2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് വേണു വയനാട്ടിലെ കൽപ്പറ്റയ്ക്കടുത്തുള്ള ഗ്രീൻ വാലി റിസോർട്ടിലെത്തിയത്. റിസോർട്ട് മാനേജർ രാഘവേട്ടനെ പരിചയപ്പെടുത്തി. സാർ, ഇത് രാഘവേട്ടൻ കാഴ്ചകളൊക്കെ കാണിച്ചു തരും, ഇഷ്ടമുള്ള ആഹാരം കുക്ക് ചെയ്തു തരും. സാർ, ഞങ്ങളുടെ റിസോർട്ടിൽ താമസിക്കുന്ന 2 ദിവസവും രാഘവേട്ടൻ കൂടെ തന്നെ ഉണ്ടാവും. ഓക്കെ ഗൂഗിൾ, താങ്ക് യു. റിസോർട്ട് മാനേജർക്ക് ഹസ്തദാനം ചെയ്ത് നന്ദി പ്രകാശിപ്പിച്ചു വേണു. മറ്റ് സന്ദർശകർക്കൊന്നും കിട്ടാത്ത ഒരു സ്വീകരണവും പരിഗണനയുമാണ് വേണുവിന് ഇവിടെ ഉണ്ടായത്. കാരണമുണ്ട്. വേണു ഒരു വ്ളോഗറാണ്. ആരും ചെയ്യാത്ത വ്യത്യസ്തതയും പ്രകൃതി രമണീയതയുമുള്ള വീഡിയോകൾ അയാൾ വശ്യസുന്ദരമായ വിവരണത്തോടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് വേണുവിന് യൂട്യൂബിൽ, അതുപോലെ ഫേസ്ബുക്കിലും. ഏത് ഓണം കയറാമൂലയും വേണുവിൻ്റെ ക്യാമറയിലാവുന്നതോടെ അതിസുന്ദരമായി മാറും. വേണു ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഈ റിസോർട്ടിൻ്റെ ഉടമകൾ കുറേ നാളായി ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഇവിടെ നിന്ന് മനോഹരമായി കവർ ചെയ്യുക, മാലോകരെ കാണിക്കുക. വേണുവിൻ്റെ വീഡിയോ പുറത്തു വരുന്നതോടെ ഇങ്ങോട്ടേക്ക് സഞ്ചാരികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടാവും എന്നുറപ്പാണ്. അന്ന് പകൽ മുഴുവൻ രാഘവേട്ടൻ്റെ കൂടെ എസ്റ്റേറ്റിൽ ചുറ്റിപ്പറ്റി നടന്നു ഷൂട്ട് ചെയ്തു. രാഘവേട്ട, കണ്ടതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹായം കൊണ്ട് ഒരു 3-4 എപ്പിസോഡ് ഇന്നും നാളെയുമായി ഇവിടെ നിന്ന് ക്യാമറയിൽ പകർത്തണം. അധികമൊന്നും സംസാരിക്കാത്ത രാഘവേട്ടനെ എന്തോ ഒരു ദുഃഖം അലട്ടുന്നുണ്ടെന്ന് വേണുവിന് തോന്നി. കോടമഞ്ഞ് മൂടിയ മലനിരകൾ, താഴ്വരയിൽ മഞ്ഞിൻ്റെ ഒരു സമുദ്രം പോലെ. ഇവിടുത്തെ കാലാവസ്ഥ പ്രവചനാതീതമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ കോടമഞ്ഞൊക്കെ എവിടെയോ പോയി ഒളിച്ചു. താഴ്വാരങ്ങളിൽ തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങൾ നിരന്തരമായി കാണാം. മലഞ്ചെരുവുകളിൽ റിസോർട്ടുകളും ഒറ്റപ്പെട്ട വീടുകളും. വേണു ഓരോ ദൃശ്യങ്ങളും ക്യാമറയിലാക്കുകയാണ്. കാട്ടുപോത്തുകളുടെ കൂട്ടങ്ങൾ സ്വൈര്യവികാരം നടത്തുന്ന പുൽമേടുകൾ. അക്കരെ കാട്ടിൽ കാട്ടാനകളുടെ ഒരു പറ്റം കാട് ചവിട്ടി മെതിച്ച് നീങ്ങുന്നു. രാഘവേട്ടൻ എല്ലാം ചൂണ്ടിക്കാട്ടി നിശബ്ദനായി കൂടെ തന്നെയുണ്ട്. പകൽ ക്ഷീണിച്ച് മലകൾക്കപ്പുറത്ത് വിശ്രമത്തിനായി പോയപ്പോൾ വേണുവും രാഘവേട്ടനും റിസോർട്ടിലേക്ക് മടങ്ങി. എവിടെയാണെന്ന് സ്റ്റേ? റിസോർട്ടിൻ്റെ കാനീനിൽ ആഹാരം കഴിക്കുന്നതിനിടെയാണ് അത് ഓർത്തത്. റിസോർട്ടിൽ വേറെയും ആളുകളുണ്ട്. ഇന്ന് ഷൂട്ട് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഒച്ചയും ബഹളങ്ങളും ഒന്നുമില്ലാത്ത ശാന്തമായൊരിടം വേണം. അക്കാര്യം ഗൂഗിളിനോട് സൂചിപ്പിച്ചു. സാർ, ഇവിടെ നിന്നും അല്പം മാറിയൊരു ബംഗ്ലാവുണ്ട്. അവിടെ ഞങ്ങൾ ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റിയിരിക്കുകയാണ്. നല്ല ശാന്തതയുള്ള സ്ഥലം. സാറിന് ഒറ്റയ്ക്ക് കഴിയുന്ന വിരോധമില്ലെങ്കിൽ ഇന്ന് അവിടെ കഴിയാം, ഗൂഗിൾ പറഞ്ഞു. അതിനെന്താ, എനിക്ക് അങ്ങനെയൊരു ഇടമാണ് വേണ്ടത്. പിന്നെ സാറേ, അതിൻ്റെയും കാഴ്ചകളൊക്കെ വീഡിയോ ആക്കി ജനങ്ങളെ കാണിക്കണം, ഗൂഗിൾ ഓർമ്മപ്പെടുത്താൻ മറന്നില്ല. തീർച്ചയായും. ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വീതി കുറഞ്ഞ മൺ റോഡിലൂടെ ഹോം സ്റ്റേ ലക്ഷ്യമാക്കി നടന്നു വീണു. വഴികാട്ടിയായി രാഘവേട്ടനുമുണ്ട്. ബംഗ്ലാവിലെത്തി രാഘവേട്ടൻ ലൈറ്റിട്ടു. പഴയൊരു ബ്രിട്ടീഷ് കാല ബംഗ്ലാവ് റീകണ്ടീഷൻ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട്. വൈദ്യുതി പ്രഭയിൽ നല്ല ഭംഗിയുണ്ട് ബംഗ്ലാവിന്. നാളെ പകൽ വെളിച്ചത്തിൽ ഇവിടെ ഷൂട്ട് ചെയ്യാം, അല്ലേ രാഘവേട്ട? സാറിന് രാത്രി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതിനോട് എനിക്കത്ര യോജിപ്പില്ല. അതെന്താ? ഇവിടെ കിടന്നുറങ്ങാൻ കഴിയത്തില്ല സാറേ. അതെന്താ? ഇവിടെ ചില ശല്യങ്ങളുണ്ട്. അതെന്താ, പ്രേതമുണ്ടോ? ഉണ്ട്, തീർച്ചയായും. എനിക്ക് അങ്ങനെ ഒരു സ്ഥലമാണ് വേണ്ടത്. ഞാൻ ഇത്ര നാളായി തിരഞ്ഞുകൊണ്ടിരുന്നതും. സാറിന് പേടിയില്ലേ? സാറിവിടെ ഈ രാത്രി ഒറ്റയ്ക്കാണെന്ന് ഓർമ്മ വേണം. ഞാനെൻ്റെ വീട്ടിലേക്ക് പോവും. രാഘവേട്ടൻ എവിടെയാ താമസം? ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് നടക്കണം. അവിടെ ഒരു പാടിയിലാണ് എൻ്റെ വീട്. രാഘവേട്ടൻ ഇന്നിവിടെ നിന്നുകൂടെ? ഇല്ല സാറേ, എൻ്റെ ശാലിനി ഇവിടെയുണ്ട്. എവിടെ എവിടെ? വേണു അമ്പരപ്പട ചുറ്റും നോക്കി. രാഘവേട്ടൻ ഒന്നും പറയാതെ വേണുവിന് കിടക്കാനുള്ള മുറി തുറന്നു കൊടുത്തു. ജനാലയുള്ള മുറി. പുലരുമ്പോൾ സൂര്യോദയവും പ്രകൃതി ദൃശ്യങ്ങളുമൊക്കെ ഷൂട്ട് ചെയ്യേണ്ടതാണ്. രാഘവേട്ടൻ പോയപ്പോൾ അയാൾ സൂചിപ്പിച്ച കാര്യങ്ങളും വേണു മറന്നു. അല്ലെങ്കിൽ തന്നെ അത്തരം അന്ധവിശ്വാസങ്ങളൊന്നും വേണുവിനില്ല. അതിനാൽ ഒരു തമാശ കേൾക്കുന്ന ലാഘവത്തോടെയാണ് രാഘവേട്ടൻ്റെ വാക്കുകൾ കേട്ടത്. ഒരു വ്ളോഗർ എന്ന നിലയിൽ കേരളത്തിലും പുറത്തുമുള്ള എത്ര സ്ഥലങ്ങളിൽ വേണു തനിയെ പോയി താമസിച്ചിരിക്കുന്നു. രാഘവേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഒരു അനുഭവവും അയാൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. താമസിക്കാതെ രാത്രി കിടക്കുന്നതിന് മുൻപ് താൻ ചെയ്തു തീർക്കാറുള്ള പതിവ് ജോലിയിൽ വേണു വ്യാപൃതനായി. അന്ന് പകൽ ഷൂട്ട് ചെയ്ത വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡിനായി തയ്യാറാക്കുക. ഏതാനും മണിക്കൂറുകൾ വേണ്ടി വന്നു ജോലി തീരാൻ. അർദ്ധരാത്രി 12 മണിക്ക്
ഒരു കോട്ടുവായോടുകൂടി വേണു പതുപത്തുപത്ത മെത്തയിലേക്ക് ചാഞ്ഞു. നേരിയൊരു മയക്കത്തിലേക്ക് കടന്നതേയുള്ളൂ. ഞെട്ടി ഉണരേണ്ടി വന്നു വേണുവിന്. കാരണം താൻ കിടക്കുന്ന മെത്തയിലേക്ക് മറ്റാരോ വന്നിരുന്നത് പോലെ. ഉറക്കമുണർന്നെങ്കിലും വേണുവിനൊന്ന് ചലിക്കാൻ പോലും കഴിയുന്നില്ല. ശരീരം ഒരു സ്തംഭനാവസ്ഥയിലാണ്. കൈകളും കാലുകളും ഒന്ന് അനക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴാണ് എണീറ്റ് ലൈറ്റിടാൻ കഴിഞ്ഞത്. കുറേ സമയത്തേക്ക് പിന്നെ ഉറങ്ങാനേ കഴിഞ്ഞില്ല. ഇപ്പോൾ രാഘവട്ടം സൂചിപ്പിച്ച വാക്കുകളാണ് മനസ്സിൽ. ഇവിടെ കടന്നുറങ്ങാൻ കഴിയത്തില്ല സാറേ, ചില ശല്യങ്ങളുണ്ട്. ശരിയാണ്, പ്രത്യക്ഷത്തിൽ ഒന്നും കണ്ടില്ലെങ്കിലും തനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ജനലും വാതിലുമെല്ലാം നന്നായി ചേർത്തടച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ചെറുകാറ്റ് അയാളെ തഴുകി. വാതിൽ കാട്ടനും ജനൽ കാട്ടനുമൊക്കെ ഇളകുന്നു. വീണ്ടും കിടന്നു. ഇക്കുറി ലൈറ്റ് കെടുത്തിയിട്ടില്ല. ഉറക്കം കണ്ണുകളെ തഴുകി തുടങ്ങിയിട്ടും ഉറങ്ങണമോ എന്ന് സംശയിച്ചു. കാരണം ഈ മുറിയിൽ അസാധാരണമായ എന്തോ ഉണ്ട്. എവിടെ പോയിട്ടും തോന്നാത്തതാണ്. വേണുവിൻ്റെ ധാരണ ശരിയായിരുന്നു. രാഘവട്ടം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് അയാൾക്ക് ബോധ്യമായി. പിന്നീട് ആ മുറിയിൽ കണ്ട കാഴ്ച ആരുടെയും രക്തം കട്ടപിടിപ്പിക്കാൻ പോകുന്നത്ര ഭീകരമായിരുന്നു. പുലർച്ചെ രാഘവട്ടം വരുമ്പോൾ വേണു പനിച്ച് വിറച്ചിരിക്കുകയാണ്. രാഘവട്ടന് കാര്യം മനസ്സിലായി. കിച്ചണിൽ പോയി ചുക്കും കുരുമുളകും തുളസിയിലയും ചേർത്ത് ചതച്ചിട്ട് തിളപ്പിച്ച ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നു കൊടുത്തു വേണുവിന് അയാൾ. സാറ് കഴിഞ്ഞ രാത്രി അവളെ കണ്ടുവല്ലേ? ശാലിനിയെ. എനിക്കറിയാം അവളെ പ്രത്യക്ഷപ്പെടുമെന്ന്, പേടിപ്പിക്കുമെന്ന്. അങ്ങനെ വർഷങ്ങളായി എത്രയെത്ര ആളുകളെയാ അവൾ ഭയപ്പെടുത്തി ഇവിടെ നിന്ന് ഓടിച്ചതെന്നറിയാമോ? ഒരു തെറ്റും ചെയ്യാത്ത പാവങ്ങളെ പേടിപ്പിച്ച് എനിക്കും അവളോടിപ്പോൾ ദേഷ്യമാ. എന്തിനു വേണ്ടി അവളിവിടെ അലഞ്ഞു തിരിയണത്? ശാലിനി ആരാ അവൾ? വേണുവിനപ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ സ്നേഹിച്ച പെണ്ണാ അവൾ. കെട്ടാനിരുന്നതും അവളെയാ. എങ്ങനെയാ മരിച്ചത്? കുറച്ചേറെ വർഷങ്ങളായി അതൊക്കെ കഴിഞ്ഞിട്ട്. എന്നാലും ഇന്നലെ എന്ന പോലെ എല്ലാം ഞാൻ ഓർക്കുന്നു. ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത ലയത്തിൽ തന്നെയായിരുന്നു ശാലിനിയുടെ വീട്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അങ്ങനെ രണ്ട് വീട്ടുകാരും ചേർന്ന് ഞങ്ങളുടെ കല്യാണം ഉറപ്പിച്ചു. അന്ന് ഈ എസ്റ്റേറ്റിൻ്റെ മുതലാളിക്ക് ശാലിനിയുടെ അച്ഛനോടൊരു അടുപ്പമുണ്ട്. കാരണം അയാൾ ഈ ബംഗ്ലാവിൽ ഒരു സഹായിയായി നിൽക്കുകയാണ്. വിവാഹം പ്രമാണിച്ച് ശാലിനിക്ക് മുതലാളിയുടെ വകയായി ഒരു സമ്മാനമുണ്ടെന്ന് പറഞ്ഞാണ് മുതലാളി ഇങ്ങോട്ട് വിളിച്ചത്. ഒരു പൂമ്പാറ്റയെപ്പോലെ സന്തോഷിച്ച് പാറിപ്പറന്ന് ഇങ്ങോട്ടേക്ക് വന്ന അവൾ പിന്നെ മടങ്ങിയിട്ടില്ല. എന്ത് സംഭവിച്ചു? അറിയില്ല. പിന്നെ എൻ്റെ ശാലിനി പുറലോകം കണ്ടിട്ടില്ല എന്നുറപ്പാണ്. അവളുടെ ശരീരം ഇവിടെ എവിടെയോ മണ്ണിനടിയിൽ ലയിച്ചു ചേർന്നു. ശാലിനിയെ കൊന്നതാണോ? കേസും അന്വേഷണവുമൊന്നും സാധുക്കൾക്ക് സംഭവിച്ചാൽ ആരതിൻ്റെ പിന്നാലെ നടക്കും സാർ? വലിയ ആളുടെ പണത്തിൻ്റെ ധാരാളിത്തത്തിൽ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകും. അയാൾ ശാലിനിയുടെ മരണത്തിന് ഉത്തരവാദിയായെന്ന് കരുതുന്ന ആ മുതലാളിക്ക് പിന്നെ എന്ത് സംഭവിച്ചു? ഒരു വണ്ടി അപകടത്തിൽ മരിച്ചു. അയാളുടെയും ശാലിനിയുടെയും മരണത്തോടെ ഒരു വലിയ സത്യം അവരോടൊപ്പം കുഴിച്ചു മൂടപ്പെട്ടു. രാഘവൻ്റെ വാക്കുകൾ ഇടറി. പിന്നെ അയാൾ എപ്പോഴും എന്നതുപോലെ നിശബ്ദനായി. അപ്പോൾ വേണുവിൻ്റെ മനസ്സിലേക്ക് കഴിഞ്ഞ രാത്രിയിലെ നടുക്കുന്ന ദൃശ്യങ്ങൾ ഒന്നുകൂടി തെളിഞ്ഞു വന്നു. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്ന വേണു ഒരു അബോധാവസ്ഥയിൽ എന്നതുപോലെയാണ് കണ്ടത്. മുറിക്കുള്ളിൽ ഒരു സ്ത്രീരൂപം. വെളുവെളുത്ത സാരി, അഴിച്ചിട്ട നീളമുള്ള കറുകറുത്ത മുടി. ആ മുഖം ഒരു മൃതദേഹത്തിൻ്റെതുപോലെ കറുത്ത് കരുവാളിച്ചിരുന്നു. നിമിഷങ്ങൾ മാത്രം നീണ്ടു നിന്നില്ല ആ വല്ലാത്ത കാഴ്ച. കറുത്തൊരു നിഴൽരൂപമായി ചുമരിൽ ലയിച്ചു ചേർന്നു. അതൊന്നുകൂടി ഓർക്കാൻ ഇഷ്ടപ്പെടാതെ വേണു പറഞ്ഞു, രാഘവേട്ട വരൂ, നമുക്ക് പോകാം. ഇത്തരം കഥകൾ നിങ്ങൾക്ക് ഇനിയും കേൾക്കണോ? എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ.